അങ്ങനെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നൊരു വിഷയത്തിനും കൂടി പരിഹാരമാവുന്നു. അപ്പം നിങ്ങളെല്ലാവർക്കും നല്ല നമസ്കാരം. സന്തോഷമായില്ലേ? പൈസയൊക്കെ കാശ് കുറച്ച് കിട്ടുമല്ലോ. കുറച്ച് പൈസ പാവപ്പെട്ടവനോട് അയക്കണം കേട്ടോ. കുറച്ച് പൈസയൊക്കെ നിങ്ങളിങ്ങനെ അയക്കി. ഓക്കെ, അതൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഹാപ്പി, ബി ഹാപ്പി, ഡോണ്ട് വറി. 10% DA കൂടെ അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ 13% DA ആയി. മൊത്തത്തിൽ 35% DA ആയി. നല്ല കാശായില്ലേ? പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ മുൻകാല പ്രാബല്യമില്ല, ഉള്ളതേ തരുള്ളൂ. ഏപ്രിൽ മുതലേ ഉള്ള മാർച്ച് മാസത്തിലെ ശമ്പളം കണക്കാക്കി ഏപ്രിൽ മുതലുള്ള തരും DA ആൻഡ് DR. DR എന്ന് പറയുന്നത് ഡിയർനെസ് റിലീഫ്, ക്ഷാമ ആശ്വാസം, അതായത് പെൻഷൻകാർക്ക് കൊടുക്കുന്നത്. DA എന്ന് പറയുന്നത് ഡിയർനെസ് അലവൻസ്, പെൻഷൻ ഈ സർവീസിലുള്ളവർക്ക് കൊടുക്കുന്നത്. എന്തായാലും 13% DA അനുവദിച്ചു. പെൻഷൻകാർക്കും സന്തോഷം, കൈ നിറയെ പൈസ കിട്ടും. സർവീസിലുള്ളവർക്കും സന്തോഷം, അവർക്കും നന്നായി പണം കിട്ടുന്നു. പക്ഷേ മുൻകാല പ്രാബല്യമില്ല എന്നൊരു വലിയ പ്രതിസന്ധിയുണ്ട്. അതിനേക്കാൾ വലിയൊരു പ്രതിസന്ധി ഉള്ളത്, സങ്കടകരമായ കാര്യം, ഈ ശമ്പള പരിഷ്കരണത്തിൻ്റെ ബില്ല് ഇതുവരെ, അതായത് കമ്മീഷനെ ഇതുവരെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചില്ല. ഇനി പ്രഖ്യാപിക്കും എന്നാണ് കരുതേണ്ടത്. പക്ഷേ നാളിതുവരെ പ്രഖ്യാപിച്ചില്ല. ജനുവരി 29 അസംബ്ലിയിലാണിത് ആദ്യം പറഞ്ഞത്, ശമ്പള കമ്മീഷനെ വയ്ക്കുമെന്ന്. അതിന് പണമൊക്കെ മാറ്റിവെച്ചതാണ്. പക്ഷേ പണമൊക്കെ ഇങ്ങനെ ഒരു പ്രൊവിഷനായി പറഞ്ഞതാണ്. പക്ഷേ ആ പണം തികയില്ല. 25,000 കോടിക്ക് 23,000 കോടിയാണ് വെച്ചത്. തികയില്ല. എങ്കിലും ഒരു പ്രൊവിഷനൊക്കെ പറഞ്ഞു. പക്ഷേ അതിന് ഉത്തരവിറങ്ങിയില്ല. 5 6 ക്യാബിനറ്റായി അതിന് ശേഷം ഉത്തരവിറങ്ങിയില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. ഉത്തരവിറങ്ങുമായിരിക്കും. എന്തായാലും DA 13% പ്രഖ്യാപിച്ചു എന്നുള്ള കാര്യം വളരെ സന്തോഷമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ 22% നേരത്തെ ഉണ്ടായിരുന്നു. 22 3 25 10 35% DA ആയിട്ടുണ്ട്. അപ്പോൾ നല്ല പൈസ, അത്യാവശ്യം കാശ് സർക്കാരിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. DRും കിട്ടും, DAയും കിട്ടും. ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള ഒരു തുക സർക്കാർ അനുവദിച്ചിരിക്കുന്നു. വോട്ടിന് മുമ്പേ അനുവദിച്ചതുകൊണ്ട് വോട്ടിൻ്റെ ഗുണം ചെയ്യുമോ എന്നുള്ളതൊരു സംശയമാണ്. കാര്യം ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് പോലെ വന്നിട്ടുണ്ട്. ഒരു വിശ്വാസ്യത കുറവ് വന്നിട്ടുണ്ട് ഗവൺമെൻറ്റിനോടും ബാലഗോപാലിനോടും. അതുകൊണ്ട് ആളുകൾ ആർക്ക് വോട്ട് ചെയ്യുമെന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയത്തില്ല. എന്തായാലും 13% DA കൂടി അനുവദിച്ചു. അതിൻ്റെ സന്തോഷം നമ്മൾ ഗവൺമെൻറ്റിനെയും സർക്കാരിനെയും ബാലഗോപാലിനെ അറിയിക്കുന്നു. ഇനിയെല്ലാം ജനങ്ങൾ തീരുമാനിക്കട്ടെ.